എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലും പിന്നെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനതിന് വേണ്ടിയിട്ട് 3/4 കിലോഗ്രാം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അരി അളന്നെടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കപ്പിലോ അല്ലെങ്കിൽ അളവ് ഗ്ലാസ്സിലോ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചിട്ടാണ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു 4 ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം 15 മിനിറ്റ് വരെ കുതിർത്തി വയ്ക്കാം. അതിലും കൂടി പോവുകയാണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അരി നന്നായിട്ട് വെന്ത് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അരി കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടൊരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും കൂടി വറുത്തെടുക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, പിന്നെ ചെറിയൊരു കഷ്ണം ജാതിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്ക, ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ 2 ബേ ലീവ്സ്, വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. വലിയ ജീരകമാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. സബോള നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇപ്പോൾ സബോള വാടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് കീറിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നല്ല എരിവുള്ള കാന്താരിമുളകാണ്, അതുകൊണ്ട് ഞാൻ മുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. 1/4 കപ്പ് ബീൻസ് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസാണ്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാതെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിയുടെയൊക്കെ ഒരു പച്ച ഫ്ലേവർ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. പുളി അധികം ഇല്ലാത്ത തൈരാണ്. 1/4 കപ്പ് തൈര് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ വേണം വെള്ളവും അളന്നെടുക്കാനായിട്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കാം.
ഇനി വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരിയും പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസിലാക്കി എടുക്കാം. ഇനി ഇതിലെ പ്രഷർ മുഴുവനും പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാനായിട്ട്. എന്നാലേ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം ഇതിൽ പ്രഷർ മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട ചോറ് തീരെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കശുവണ്ടിയും മുന്തിരിയും നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്